Hello guys, welcome to my channel. This is me Abhiram Subhash. You can call me Abhiram or Abhi. ലോകമെമ്പാടും പ്രശസ്തമേറിയ ഒരു കാർട്ടൂൺ, പല കോൺട്രവേഴ്സികളും എന്തിന് ഫ്യൂച്ചർ പ്രിഡിക്ഷൻ വരെ നടത്തിയ ഒരു കാർട്ടൂൺ. അതെ ഗൈസ്, ദ വേൾഡ് പോപ്പുലർ കാർട്ടൂൺ ദ സിംസൺസ്. അതെ ഗൈസ്, നമുക്ക് നോക്കാം ഈ സിംസൺസ് കാർട്ടൂൺ എന്താണ്, ഏതാണ്, ആരാണ് ഈ കാർട്ടൂൺ ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം നടന്ന എയർ ഇന്ത്യൻ പ്ലെയിൻ ക്രാഷ് വരെ ഈ കാർട്ടൂൺ പ്രൊഡിക്റ്റ് ചെയ്തു എന്ന് പറയുന്നു. ഇത് ശരിക്കും സത്യമാണോ? ഈ കാർട്ടൂൺ ഇല്ലുമിനാറ്റിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ കാർട്ടൂൺ ഡാർക്ക് ഫോഴ്സിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണോ? നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. 1989 ഡിസംബർ 17 ഇറങ്ങിയ ഈ സിംസൺസ് എന്ന കാർട്ടൂൺ ഇന്ന് ലോക പ്രശസ്തമാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാർട്ടൂൺ മൂലം പല കോൺട്രവേഴ്സികളും ഉണ്ടായിട്ടുണ്ട്. ഇത്രയും കോൺട്രവേഴ്സി നടന്ന ഈ ഒരു കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്തത് അമേരിക്കക്കാരനായ മാറ്റ് ഗ്രോയിനിങ് ആണ്. അദ്ദേഹം ഒരു റിസർച്ചറാണ്, അതുപോലെ മാത്തമാറ്റീഷ്യനാണ്. അങ്ങനെ പല പല ഫീൽഡിലും അദ്ദേഹം തിളങ്ങി നിൽക്കുന്നു. സോ ഇദ്ദേഹത്തിൻ്റെ ഈ കാർട്ടൂൺ എങ്ങനെയായിരിക്കും ഈ ഫ്യൂച്ചർ പ്രൊഡിക്ഷൻസ് ഒക്കെ നടത്തുക? ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ? നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിലേക്ക്. ഈ ഒരു അമേരിക്കൻ ആനിമേറ്റഡ് സിറ്റ്കോം പല പ്രൊഡിക്ഷൻസും നടത്തിയിട്ടുണ്ട്. അതിൽ പ്രശസ്തമായ ഒരു പ്രൊഡിക്ഷനായിരുന്നു ഒരു ബിസിനസ്സുകാരനായ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റ് ആകുമെന്ന് പ്രൊഡിക്റ്റ് ചെയ്ത കാർട്ടൂണാണ് സിംസൺസ്. തീർച്ചയായിട്ടും ആ കാർട്ടൂൺ വളരെ ഫേമസ് ആണ്. അതുപോലെ ആ ഒരു എപ്പിസോഡ്. സിംസൺസിൻ്റെ ടോപ്പ് 5 പ്രൊഡിക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 5, AI റോബോട്ട്സ്. സിംസൺസ് കാർട്ടൂണിലെ ഒരു എപ്പിസോഡിൽ അതിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ആൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലിക്കാരെല്ലാം പിരിച്ചുവിടുന്നു. ദെൻ AI റോബോട്ട്സിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇക്കാലത്ത് AI റോബോട്ട്സ് വന്നു കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. പല ആൾക്കാരെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോൺ പോലും ഇല്ലാത്തൊരു കാലത്ത് പുറത്തിറങ്ങിയ ഒരു ആനിമേറ്റഡ് സിറ്റ്കോമാണ് ദ സിംസൺസ്. അവരിതെങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്തു? ദി മിസ്റ്ററി. സോ നമ്പർ 4, 2050 ആകുമ്പോൾ ആൾക്കാർ ചൊവ്വയിൽ പോയി താമസിക്കുമെന്ന ഒരു ന്യൂസ് റിപ്പോർട്ട്. ആ ഒരു കാർട്ടൂണിലെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ആ കാർട്ടൂൺ പ്രൊഡിക്റ്റ് ചെയ്യുന്നു 2050. ആ കാർട്ടൂണിൽ കാണുക 2050 ആകാറാകുമ്പോൾ ആൾക്കാരൊക്കെ ഫ്യൂച്ചറിൽ ചൊവ്വയിൽ പോയി താമസിക്കും. ദെൻ ഇപ്പോൾ അവർക്കും ചൊവ്വയിലായിരിക്കും താമസിച്ചോ? ഇവരാരും താമസിച്ചിട്ടില്ല. പക്ഷേ ഇലോൺ മസ്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, 2050 ആകുമ്പോഴത്തേക്കിനും 10 ലക്ഷം പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു കോളനി അങ്ങ് ചൊവ്വയിൽ തുടങ്ങുമെന്ന്. സോ ഇലോൺ മസ്കിൻ്റെ വൺ ഓഫ് ദ ഡ്രീമാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ വലിയ പ്രൊഡിക്ഷൻസ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. നമ്പർ 3, സ്മാർട്ട് വാച്ചസ്. അതെ ഗൈസ്, 90 കാലഘട്ടങ്ങളിൽ സ്മാർട്ട് വാച്ച് ഒന്നും ഇല്ലായിരുന്നു. 1995 ഇറങ്ങിയ ഒരു എപ്പിസോഡിൽ സ്മാർട്ട് വാച്ചിനെ പറ്റി ഈ ഒരു കാർട്ടൂൺ പറയുന്നുണ്ട്. കൊമേഴ്ഷ്യലി സ്മാർട്ട് വാച്ച് നിലവിൽ വന്നത് 2010 സോ ഇതൊക്കെ എന്താ പ്രഡിക്ഷൻസ് അല്ലേ? നമ്പർ 2, അമേരിക്കൻ പ്രസിഡൻ്റായുള്ള ട്രംപിൻ്റെ സ്ഥാനക്കയറ്റം. ഒരു ബിസിനസ് മാനായിരുന്ന ട്രംപ് പ്രസിഡൻ്റ് ആകുമെന്ന് പ്രഡിക്റ്റ് ചെയ്തിരുന്നു. 90 ഇറങ്ങിയ ഒരു എപ്പിസോഡിലായിരുന്നു ഇത് പ്രഡിക്റ്റ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. ദെൻ ട്രംപ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഈ ഒരു കാർട്ടൂൺ എല്ലാവരും ശ്രദ്ധിക്കുകയും പല വിവാദങ്ങൾ ഉണ്ടാകുകയും ഭയങ്കര പോപ്പുലർ ആവുകയും ചെയ്തു. ട്രംപിൻ്റെ സ്ഥാനക്കയറ്റത്തിന് ശേഷം തന്നെയാണ് മിക്ക ആൾക്കാരും ഈ ഒരു സിറ്റ്കോം കാണുന്നതും അതുപോലെ ഇതിൽ പല പ്രഡിക്റ്റ് ചെയ്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. നമ്പർ 1, കൊറോണ. കൊറോണ പ്രഡിക്റ്റ് ചെയ്തു. അതെ ഗൈസ്, 1993 സിംസൺസിൻ്റെ ഒരു എപ്പിസോഡിൽ ഒരാൾക്ക് ഒരു ചുമ വന്നെന്നും പിന്നെ അത് ലോകം മൊത്തം വ്യാപിക്കുന്നു എന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അത് കൊറോണ ആയിരുന്നു എന്നാണ് ആ ഒരു എപ്പിസോഡിൽ കാണിച്ചിരുന്നത്. ചെറിയ വ്യത്യാസം, ആ ഒരു അസുഖം ജപ്പാനിൽ നിന്നാണ് വരുന്നത്. പക്ഷേ നമുക്കിവിടെ വന്നത് ചൈനയിൽ നിന്നായിരുന്നു. പക്ഷേ വൈറസ് വന്നു എന്ന് തന്നെയാണ് സത്യം, അതും കൊറോണ തന്നെ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സിംസൺസിൻ്റെ സീസൺ 4 എപ്പിസോഡ് 21 ആയിരുന്നു അത് എന്നാണ് ഒരു കണ്ടെത്തലിൻ്റെ ഒരു കാര്യം. പക്ഷേ എങ്ങനെയായിരിക്കും ഈ ഒരു പ്രഡിക്ഷൻസ് നടത്തിയിട്ടുണ്ടായിരിക്കുക? ശരിക്കും ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റ് ആകുമെന്ന് എങ്ങനെ പ്രഡിക്റ്റ് ചെയ്തു എന്ന് ഈ സിംസൺസിൻ്റെ ക്രിയേറ്ററായ മാറ്റ് ഗ്രോയിനിങ്ങിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: അമേരിക്കൻകാരുടെ മെൻറ്റാലിറ്റി എനിക്കറിയാമെന്ന്. സോ എങ്ങനെ? കാരണം അദ്ദേഹം തൻ്റേതായ വഴിയിൽ റിസർച്ച് ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കുക അദ്ദേഹത്തെ. അദ്ദേഹം ഓൾസോ ഒരു മാത്തമാറ്റീഷ്യൻ കൂടെയാണ്. സോ ഇനി എന്തൊക്കെ പ്രഡിക്ഷൻസാണ് നടത്തിയിട്ടുള്ളത്?
എനിക്ക് ഇത് നടത്തിയ മറ്റൊരു ടോപ്പ് പ്രഡിക്ഷനിൽ ഒന്നായിരുന്നു. അതായത് ഒരാളിങ്ങനെ ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്നവരാണ് ഇത് കാണിക്കുന്നത്. അതായത് ഇന്ത്യ പാകിസ്ഥാനിൽ അണുബോംബ് വർഷിച്ചു എന്നാണ് ഒരു ന്യൂസ്. തികച്ചും ഭയങ്കര ഒരു ഭയപ്പെടുത്തുന്ന ന്യൂസ് തന്നെയാണ്. 2 രാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങളുണ്ട്. ഇവരാരെങ്കിലും ഒന്ന് അങ്ങോട്ടിട്ടാൽ ഈ ലോകം മൊത്തം അതിനെ അനുഭവിക്കേണ്ടി വരും. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ സിംപ്സൺസ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നമ്മളിതാ കണ്ടതേ ഉള്ളൂ. ഇനി അടുത്ത യുദ്ധം എന്തായിരിക്കും എന്നൊന്നും അറിയത്തില്ല. എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ് ഗൈസ്. പക്ഷേ എല്ലാം പ്രഡിക്റ്റബിൾ ആക്കി മാറ്റിയ ഈ സിംപ്സൺസ് ശരിക്കും ആരായിരിക്കും? ഈയിടെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സീനായിരുന്നു. ഈയിടെ നമ്മുടെ അഹമ്മദാബാദിൽ ഒരു പ്ലെയിൻ ക്രാഷ് നടന്നിരുന്നു. ആ ഒരു ക്രാഷും സിംപ്സൺസ് പ്രെഡിക്റ്റ് ചെയ്തു എന്ന ഒരു വാർത്ത, ഒരു ന്യൂസ് നമ്മളെല്ലാവരും കേട്ടതാണ്. പക്ഷേ അതിന് സത്യാവസ്ഥ നോക്കുമ്പോൾ ആ ഒരു ന്യൂസ് ഫേക്ക് ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ഇതും ഇറങ്ങിയിട്ടില്ല, അങ്ങനെ ഒരു എപ്പിസോഡ് ഇല്ല എന്ന് പറയുന്നു. ഈ സിംപ്സൺസ് കാർട്ടൂൺ ഇറക്കിയെന്ന പേരിൽ പല ഫേക്ക് ക്ലിപ്സും വീഡിയോസും പുറത്തിറങ്ങുന്നുണ്ട് ഗൈസ്. സോ അപ്പോൾ അതിലെല്ലാം വിശ്വസിക്കരുത്. സോ അത് ഫേക്കാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇല്ലൂമിനാറ്റി. ഈ സിംപ്സൺസ് തന്നെയാണോ ഇല്ലൂമിനാറ്റി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് ഇല്ലൂമിനാറ്റി? പല ആൾക്കാരും വിശ്വസിക്കുന്ന ഇല്ലൂമിനാറ്റി ഒരു ഡാർക്ക് ഫോഴ്സ് എന്നാണ്. ഇല്ലൂമിനാറ്റിയുടെ കീഴിലാണ് പല പ്രശസ്ത കമ്പനീസും വർക്ക് ചെയ്യുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇല്ലൂമിനാറ്റിയാണ് നമ്മളെ എല്ലാവരും കൺട്രോൾ ചെയ്യുന്നതും മറ്റൊരാൾക്കാർ വിശ്വസിക്കുന്നു. സോ ഇല്ലൂമിനാറ്റിയുടെ കൂടുതൽ വിവരങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ഇപ്പോൾ നമുക്ക് സിംപ്സൺസിൻ്റെ കാര്യം പറയാം. 36 സീസണുകളിലായി 750-ലധികം എപ്പിസോഡ്സാണ് ഈ ഒരു കാർട്ടൂൺ ഇറക്കിയിട്ടുള്ളത്. അതിൽ പല പ്രഡിക്ഷൻസും നടന്നിട്ടുണ്ട്. ഇനി പല പ്രഡിക്ഷൻസും നടക്കാൻ പോകുന്നുമുണ്ട്. സിംപ്സൺസ് ഒരു മിസ്റ്ററി തന്നെയാണ്. എന്തായാലും ഒരു കൺക്ലൂഷൻ ആണല്ലോ ഈ വീഡിയോ. എന്തായാലും പല ആൾക്കാരും ഈ ഒരു കാർട്ടൂണെ പല രൂപത്തിലാണ് കാണുന്നത്. ചിലർ പറയും ഇത് വെറും ഒരു കോയിൻസിഡൻസ് ആണ്, ചിലർ പറയും ഇത് ഇല്ലൂമിനാറ്റി തന്നെയാണ്. പിന്നെ ചില അമേരിക്കക്കാർ പറയുന്നുണ്ട് ഈ മാറ്റ് ഒരു ഏലിയൻ ആണെന്ന്. അതിനങ്ങനെ അത്ര ബോധം കൊടുക്കുന്നില്ല, അതിനിങ്ങനെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഏലിയൻ ഇറ്റ്സ് നോട്ട് ഗൈസ്. എന്തായാലും അപ്പോൾ ചില ആൾക്കാർ പറയും ഈ മാറ്റ് ഒരു ടൈം ട്രാവലർ ആയിരിക്കാമെന്ന്. സോ അറിയില്ലല്ലേ, പല പ്രഡിക്ഷൻസും പല സ്റ്റേറ്റ്മെൻറ്റ്സും പല വിവാദങ്ങളും ഈ ഒരു കാർട്ടൂണിൻ്റെ പേരിലുണ്ട്. സോ നമുക്ക് കണ്ടറിയാം ഇനി എന്തൊക്കെ നടക്കുമെന്ന്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഗൈസ്.